ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ വീണയും സന്തോഷവും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രാധ വന്ന് ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന സന്തോഷിനോട് സന്തോഷേട്ടന് വിഷമായോ ഇങ്ങനൊരു സംസാരം നടന്നതിലെന്ന് വീണ ചോദിക്കുന്നുണ്ട്. വിഷമത്തിൻ്റെ കാര്യമല്ല വീണ, എല്ലാം ഒരു അറിവാണല്ലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ വീടുകളും സ്നേഹ വീടുകളാണ്. പക്ഷേ മിക്ക വീടുകളിലും കാണും പുറത്തുള്ളവർക്ക് കാണാൻ പറ്റാത്തതും അറിയാൻ പറ്റാത്തതുമായ പുകയുന്നൊരു വീട്. അല്ലേടോന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ വീണ വിഷമത്തോടെ അവിടെ എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി പോവുക. കൂടെ സന്തോഷം ചെല്ലുന്നുണ്ട്. അവരെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ ടീച്ചർ അമ്മയും മുകളിലെ ജനലിലൂടെ അവരെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എൻ്റെ വീട് ഒറ്റ ദിവസം കൊണ്ട് മടുപ്പായോ സന്തോഷേട്ടാ എന്ന് വീണ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിന്തിക്കുമെന്ന ബോധറേഷനൊന്നും വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. വീണ അടുത്ത് പെരുമാറുമ്പോൾ അതെല്ലാം മനസ്സിലായിക്കോളും. എൻ്റെ വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അതും കടന്ന് മുന്നോട്ട് പോകുന്ന വിധത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി എന്ന് സന്തോഷ് അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുമ്പോൾ അവൾ സ്നേഹത്തോടെ സന്തോഷിനെ കെട്ടിപ്പിടിക്കുക. അവനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ വീണയുടെ കണ്ണുകൾ മുകളിലെ ജനലരിയിലേക്ക് നീളുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുന്ന ടീച്ചർ അമ്മയെ നോക്കി അവൾ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുമ്പോൾ ടീച്ചർ അമ്മയും ചിരിക്കുന്നുണ്ട്. ആ സമയത്താണ് കല്ലു കുഞ്ഞാന്നും വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് വരുന്നത്. അവളുടെ പിറകെ തന്നെ കുഞ്ഞാന്ന് വിളിച്ചുകൊണ്ട് കാവ്യയും ഋതുക്കുട്ടനും കൂടി വരുന്നുണ്ട്. അവരുടെ വിളി കേട്ട് അവർ പെട്ടെന്ന് പിടിവിടുമ്പോൾ കല്ലു അവരെ കാണുന്നുണ്ട്. അത് കണ്ട് കല്ലു നാണത്തോടെ തൻ്റെ മുഖം പൊത്തുക. എന്താടീന്ന് വീണ ചോദിക്കുമ്പോൾ തൻ്റെ അരികിൽ നിൽക്കുന്ന കാവ്യയുടെയും ഋതുക്കുട്ടൻ്റെയും കണ്ണു പൊത്തിക്കൊണ്ട് അവിടെ പാട്ടുസീന വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോവുക. ടീച്ചറമ്മ മുകളിൽ നിന്ന് കയറിപ്പോ പിള്ളേരെ മഞ്ഞു കൊള്ളാതെ എന്ന് വീണയോടായി പറയുമ്പോൾ വീണ സന്തോഷിനെയും വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ വന്നിരിക്കുക. ഇന്നല്ലേ നമ്മുടെ യഥാർത്ഥ ഫസ്റ്റ് നൈറ്റ്, ഇന്നലെ പിന്നെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പുലർച്ചെയായില്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇന്ന് സൈക്കിളിൻ്റെ ഒരു കുറവുണ്ടല്ലേ, നമുക്ക് ഒരു ട്രിപ്പ് കൂടി നടത്തിയാലോ, എൻ്റെ സ്കൂട്ടി ഇവിടെ ഇരിപ്പുണ്ട് എന്ന് വീണ ചോദിക്കണ കേട്ട് കൊള്ളാം. ഇനി ഞാനില്ലേ, ഇനി പോലീസിൻ്റെ കൈപ്പെട്ട പിടിച്ച് ലോക്കപ്പിലിടും എന്ന് സന്തോഷ് പറയണ കേട്ട് വീണ സന്തോഷിൻ്റെ ചുമലിലേക്കും ചാരി. എങ്കിൽ പിന്നെ ലോക്കപ്പിലാക്കാം നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. വിഷ്ണുവേട്ടൻ കേൾക്കണ്ട ഇത്, എന്നാൽ പിന്നെ നമ്മളെ ഇവിടെ പിടിച്ച് കരുതൽ തടങ്കലിലാക്കും പറയണ കേട്ട് വീണ ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ തന്നതിന് എനിക്ക് ടീച്ചർ അമ്മയോട് നന്ദി പറയണം. ഞാൻ വീണയോടുള്ള ഇഷ്ടം ടീച്ചറോട് പറയുമ്പോഴും വീണയുടെ താല്പര്യം കൂടി ടീച്ചർ പരിഗണിക്കും, അങ്ങനെയേ പാടുള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി വീണയോട് വാദിക്കുമെന്ന് ടീച്ചർ ഉറപ്പു തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷ് വീണയുടെ കൈയെടുത്ത് ചേർത്ത് പിടിച്ച് എന്തൊരു അമ്മയാടോ തൻ്റേത്, എന്നെ ഇത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുള്ള വേറൊരു വ്യക്തിയും ഇല്ല. അറിയോ തനിക്ക്, എനിക്ക് എൻ്റെ ടീച്ചർ അമ്മയോട് നന്ദി പറയണം. അത് വേണമെന്ന് വീണ ചോദിക്കണ കേട്ട് വേണമെന്ന് സന്തോഷ് പറയുമ്പോൾ വീണ സന്തോഷിനെയും വിളിച്ചുകൊണ്ട് ടീച്ചർ അമ്മയുടേതെന്ന പേരിൽ സംസ്കരിച്ച കുഴിമാടത്തിനരികിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുക. സന്തോഷ് അവിടെ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് മുകളിലെ റൂമിൽ നിന്ന് ടീച്ചർ അമ്മയും നോക്കിക്കൊണ്ടിരിക്കുക. സന്തോഷ് കണ്ണു നിറഞ്ഞുകൊണ്ട് വീണയെ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചറെ എന്ന് സന്തോഷ് സങ്കടത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വീണ മുകളിൽ നിന്ന് നോക്കുന്ന ടീച്ചർ അമ്മയെ ഒളികണ്ടിട്ട് നോക്കുന്നുണ്ട്. അവൾ വേഗം തന്നെ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. അതിലിരിക്കുമ്പോൾ വീണ അങ്ങോട്ട് വന്ന് കഥ കടച്ച് കുറ്റിയിട്ട് കട്ടിലിൽ വന്നിരിക്കുക. ഞാൻ വലിയ ഡ്രീം ചേസർ എന്നൊക്കെയാ ജോൺ പറയുന്നതെന്ന് സന്തോഷ് പറയുമ്പോൾ ജോണേട്ടൻ പറഞ്ഞെങ്കിലേ അത് 100% ശരിയായിരിക്കും എന്ന് വീണ പറയണ കേട്ട് വീണയുടെ കാര്യവും ജോലിക്കാര്യവും ഒക്കെയാ ജോൺ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് രണ്ടും എനിക്ക് സ്വപ്നമായിരുന്നില്ല വീണ, എൻ്റെ ആവശ്യമായിരുന്നു. എനിക്ക് ഇതില്ലാതെ പറ്റുമായിരുന്നില്ല. അതാ പിന്നെ ഒട്ടും ധൈര്യമില്ലാഞ്ഞിട്ടും വീണയെ നോക്കി നിരന്തരം ലൈബ്രറിക്ക് മുന്നിൽ നിന്നതും ടീച്ചറോട് പോയി ഈ കാര്യം പറഞ്ഞതും. വേറെ ആർക്കും വീണയെ കൊടുക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്തത് സത്യത്തിൽ പേടിയായോണ്ടാ എന്ന് സന്തോഷ് പറയണ കേട്ട് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടി എന്നുള്ളതാ എൻ്റെ ഭാഗ്യം എന്ന് വീണ പറയുന്നുണ്ട്. നമുക്കിടയിൽ പൊളിയാത്ത മതിലുകൾ ഇപ്പോഴുമില്ലെന്ന് സന്തോഷ് ചോദിക്കുക. ഉണ്ടെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. ഒന്നും ചിന്തിക്കാതെ ദീർഘമായി നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? മിടിപ്പുകൾ തമ്മിൽ തൊട്ടറിയാനും പ്രാണനെ തൊട്ടറിയുന്ന ഉച്ഛ്വാസത്തിൻ്റെ ചൂടുകൾ തൊട്ടറിയാനും മാത്രം കാര്യമറിയാതെ മിണ്ടി നമ്മൾ പുലർച്ചെ കണ്ടിട്ടുണ്ടോ? സന്തോഷ് സാഹിത്യപരമായി ചോദിക്കുമ്പോൾ ഇല്ലല്ലേ എന്ന് വീണ ചിരിച്ചോണ്ട് ചോദിക്കുക. കാണണ്ടെന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇന്നലെ പുലർച്ചെ കണ്ടതല്ലേ എന്ന് വീണയും ചോദിക്കുക. അത് സ്റ്റേഷനിലല്ലേ, ഇത് നമ്മൾ മാത്രമുള്ളൊരു ലോകത്ത് എന്ന് സന്തോഷ് വീണ്ടും പറയുമ്പോൾ സന്തോഷേട്ടൻ പറയേ, ഞാൻ കേൾക്കാം. വീണ നഴ്സറിയിൽ വന്നു തുടങ്ങുന്നത് മുതലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് സന്തോഷ് പറയണ കേട്ട്
എനിക്കതൊന്നും ഓർമ്മയില്ല. എന്നോട് എപ്പോഴാണ് ഇങ്ങനൊരു ഇഷ്ടം തോന്നിയതെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വീണ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഞാനന്ന് 7-ാം ക്ലാസ്സിലാണ് എനിക്ക് ആദ്യമായി തോന്നിയൊരിഷ്ടം. സത്യത്തിൽ അത് ഇഷ്ടമൊന്നുമല്ലായിരുന്നു വീണ. എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രിയപ്പെട്ട ആളിനെ വീണ്ടും കിട്ടിയ പോലെ എന്ന് സന്തോഷ് പറയുമ്പോൾ ഒരാളെ ഇത്രയും കാലമൊക്കെ സ്നേഹിക്കാനാവോ എന്ന് വീണ ചോദിക്കുക. എൻ്റെ മിടുപ്പിനെ എനിക്ക് ഉപേക്ഷിക്കാനാവോ? ഇത് സ്നേഹിക്കലും സ്വന്തമാക്കലും ഒന്നുമല്ല വീണ, എൻ്റെ ആവശ്യമായിരുന്നു എന്ന് സന്തോഷ് പറയണ കേട്ട് ഇതിലൊക്കെ ഞാനിപ്പോഴും വെറും നഴ്സറി കുട്ടിയാ മാഷേ എന്ന് വീണ പറയുമ്പോൾ കുട്ടികളെ പോലെ കലർപ്പില്ലാത്തൊരു മനസ്സാ 2 ബന്ധങ്ങൾക്കിടയിൽ ആദ്യം വേണ്ട കാര്യം. ഇത് കേട്ട് കുഞ്ഞായിരുന്നപ്പോഴേ എന്നെ എങ്ങനെ അറിയാമായിരുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ സരസ്വതി ടീച്ചറുടെ മോള് അന്നേ ഫേമസ് അല്ലേന്ന് സന്തോഷം ചോദിക്കുക. വീണയ്ക്ക് എന്നെ ആദ്യമായി ഇഷ്ടമായത് എപ്പോഴാണെന്ന് സന്തോഷ് ചോദിക്കണ കേട്ട് വീണ പണ്ട് സ്കൂട്ടിയിൽ അമ്മയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ സന്തോഷ് ലൈബ്രറിയുടെ മുന്നിൽ സൈക്കിളിൽ നിൽക്കണതൊക്കെ ഓർത്തെടുക്കുക. അപ്പോഴേക്കും കാലും നീട്ടി കട്ടിലിരിക്കുന്ന വീണയോട് വീണയുടെ മടിയിൽ താനൊന്ന് കിടന്നോട്ടെ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. വീണ സമ്മതിക്കുമ്പോൾ സന്തോഷ് വീണയുടെ മടിയിൽ തല വെച്ച് കിടക്കുക. സ്കൂളിൽ വെച്ച് സന്തോഷേട്ടനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലെന്ന് വീണ പറയുന്നുണ്ട്. നമ്മളന്ന് വലിയ സ്റ്റാർ ഒന്നുമല്ലല്ലോ, ഒതുങ്ങിക്കൂടുന്ന ടൈപ്പല്ലേന്ന് സന്തോഷ് ചോദിക്കുക. +2 കാലത്തും ഡിഗ്രി കാലത്തും താൻ സന്തോഷേട്ടനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ബി.എഡിന് പോകുന്ന സമയത്താണ് ലൈബ്രറിയുടെ മുന്നിൽ പോസ്റ്റായി നിൽക്കണ സന്തോഷേട്ടനെ കാണുന്നത്. നിങ്ങളിത് 3-ാം ക്ലാസ് മുതൽ തുടങ്ങിയ പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും ഇത്രയും നീണ്ട 1 വേ ലവ് സ്റ്റോറി എൻ്റെ അറിവിലല്ലെന്ന് ചിരിച്ചോണ്ട് വീണ പറയുക. വീണ എന്തോ പറയാനായി തുടങ്ങുമ്പോഴേക്കും സന്തോഷ് അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അടിപൊളി, മിണ്ടി പുലർച്ചെ കാണാനിരുന്ന ആള് നല്ല ഉറക്കായി. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ, അതാ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിൻ്റെ തല അവൾ തലണയിലേക്ക് എടുത്തു വെക്കുക. എന്നിട്ടൊരു വിരിപ്പെടുത്ത് പുതച്ചു കൊടുത്തോണ്ട് വീണ അവിടെ നിന്നും അമ്മയെ കാണാനായി മുകളിലേക്ക് പോവുക. ഡോറിൽ ആരോ മുട്ടണ ശബ്ദം കേട്ട് ടീച്ചറമ്മ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ കുഞ്ഞിയെ കണ്ട് കുഞ്ഞി, എടി ഈ സമയത്ത് സന്തോഷ് അറിയില്ലേടിന്ന് ടീച്ചറമ്മ ചോദിക്കുക. അകത്തേക്ക് കയറി ഡോർ അടച്ചോണ്ട് ഞാനേ പുള്ളിക്കാരൻ്റെ ഉറക്കത്തിൻ്റെ ആഴമൊക്കെ അളന്നിട്ടുണ്ട്. ഇനി പുലരാതെ ഉണരത്തില്ല. പിന്നെ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നല്ലോ. 2 ആളും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണമാ എന്ന് കുഞ്ഞ് അമ്മയോടായി പറയുമ്പോൾ ഇന്നലെ രാത്രി വിഷ്ണു മഹേഷും കാറെടുത്തിറങ്ങിയപ്പോൾ ഞാൻ നന്നായി പേടിച്ചു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ രാധ വന്നപ്പോഴാ കാര്യം അറിഞ്ഞത് പറഞ്ഞ് കട്ടിലിരുന്നോണ്ട് ഡി നീ ഇമാതിരി കളിക്കല്ലേ കേട്ടോ, മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട് എന്നമ്മ വഴക്ക് പറയുമ്പോൾ തീ തിന്നാൻ അമ്മ എന്താ ഡ്രാഗൺ കുഞ്ഞാണോന്ന് വീണ കളിയായി ചോദിക്കുന്നുണ്ട്. സന്തോഷ് ഒരു പാവത്താനാ, ഇമാതിരി പരിപാടികൾ കാണിച്ച് അവനെ കൂടി കുഴപ്പത്തിലാക്കല്ലേ എന്ന് ടീച്ചറമ്മ ഉപദേശിക്കണ കേട്ട് ആഹാ, ഇപ്പോൾ ഞാൻ പ്രതിയായോ? സന്തോഷേട്ടൻ്റെ അമ്മ കല്യാണത്തിന് നേർച്ചപ്പടമിടാൻ കൊടുത്തതാ. സന്തോഷേട്ടൻ അത് അമ്പലത്തിലിടാൻ മറന്നുപോയി, രാത്രിയായപ്പോഴാ എന്നോട് പറഞ്ഞത്. നീ ഇപ്പോൾ നേർച്ച പണമിടാൻ വൈകിച്ച് ദൈവകോപം പിടിക്കണ്ടെന്ന് വിചാരിച്ചാ ഞങ്ങൾ ആ നേരത്ത് പോയത് എന്ന് വീണ വാദിക്കണ കേട്ട് പാതിരാത്രി സൈക്കിളിൽ ലോഡ് കയറിയല്ലേ നേർച്ച പണമിടാൻ പോകുന്നത്? ടീച്ചറമ്മ ചോദിക്കണ കേട്ട് പിന്നെ ഫസ്റ്റ് നൈറ്റ് എന്നും പറഞ്ഞ് മണിയറയ്ക്കകത്ത് കയറി പാലും കുടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉമ്മയും വെച്ച് കിടക്കണേലേ എന്തെങ്കിലും ത്രില്ലുണ്ടോ അമ്മേ എന്ന് കുഞ്ഞ് ചിരിയോടെ ചോദിക്കണ കേട്ട് പാതിരാത്രി സ്റ്റേഷനിൽ കൊതുകടി കൊണ്ടിരുന്നപ്പോൾ നല്ല ത്രില്ലായിരുന്നല്ലോ എന്നമ്മ ചോദിക്കണ കേട്ട് അത്യാവശ്യം. സംഗതി എന്തായാലും വെറൈറ്റി ആയില്ലേ? ഓ പിന്നെ വെറൈറ്റി, ഭയങ്കര വെറൈറ്റി. പാവാ സന്തോഷിനെ ഇനിയും ഇട്ട് കളിപ്പിച്ച് നീ കുഴപ്പത്തിലാക്കല്ലേ, എനിക്കതേ പറയാനുള്ളൂ എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് പാവത്തിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് സന്തോഷായില്ലേ എന്ന് വീണ ചോദിക്കണ കേട്ട് അതേ, ഈ പാവത്താന്മാരൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആണെന്നാ കേൾക്കുന്നത്. സന്തോഷം എങ്ങനെയാ, റൊമാൻറ്റിക് ആണോ എന്ന് ടീച്ചറമ്മ ചോദിക്കണ കേട്ട് പിന്നെ നാണമുണ്ടോ അമ്മേ? ഫസ്റ്റ് നൈറ്റ് ജസ്റ്റ് കഴിഞ്ഞൊരു മോളോടാ ഇമാതിരി ചോദ്യങ്ങളൊക്കെ. അയ്യയ്യേ എന്നും പറഞ്ഞ് ടീച്ചറമ്മയെ വീണ കളിയാക്കുമ്പോൾ ഞാൻ ചോദിച്ചതിൽ എന്താ ഇത്ര അയ്യയ്യേ പറയാനിരിക്കുന്നേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. ദേ എൻ്റെ കഥ കേട്ട് സന്തോഷിട്ടൻ അവിടെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങാം. അത് കേട്ടിട്ട് അമ്മയ്ക്ക് എന്തു തോന്നുന്നുണ്ട്? നല്ല റൊമാൻറ്റിക് അല്ലേ? ഞാൻ പിന്നെ പൊക്കിയെടുത്ത് നേരെ തലയിണയെ വെച്ച് കട്ടിലിന്ന് താഴെ വീഴാതിരിക്കാൻ ഒരു തലയിണയും അവിടെ വെച്ചിട്ടാ വന്നത്, പോരെ എന്ന് വീണ ചോദിക്കുമ്പോൾ സന്തോഷ് ശരിക്കും ഒരു പാവാടി. ഇവിടുത്തെ കക്ഷികൾക്കിടയിലൊന്നും ശരിക്കും സന്തോഷിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചോണേ കുഞ്ഞി എന്ന് അമ്മ അവളെ ഉപദേശിക്കുമ്പോഴേക്കും അവൾ അമ്മയ്ക്ക് കഴിക്കാനായി ഇലയിൽ കൊണ്ടുവന്ന ബിരിയാണി എടുത്ത് പൊതിയഴിച്ചോണ്ടിരിക്കുക. ഇത് കണ്ട് ടീച്ചറമ്മ ആഹാ ഇതെന്താടീന്ന് ചോദിക്കുക. ഞാനുണ്ടാക്കിയ കൈമ ബിരിയാണിയും പനീർ കറിയും അമ്മയ്ക്ക് എടുത്തോണ്ട് വന്നതാ. ആഹാ കൊള്ളാലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു പ്ലേറ്റിലേക്ക് ആ ഇലയിലടങ്ങിയ ചോറെടുത്ത് വെച്ചുകൊണ്ട് അവൾ ടീച്ചറമ്മയുടെ അരികിൽ കട്ടിലിലേക്ക് ഇരിക്കുക.
ആ ചോറ് അവൾ അമ്മയുടെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് കഴിക്കമ്മ, അമ്മയുടെ കൈപുണ്യം എനിക്കും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയാലോ എന്നവൾ ചോദിക്കുമ്പോൾ ടീച്ചറമ്മ കുറച്ച് ചോറെടുത്ത് വായിലേക്ക് വയ്ക്കുന്ന കണ്ട് എങ്ങനെയുണ്ട് അമ്മ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. അസലായിട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട് എന്ന് അമ്മ പറയണ കേട്ട് രാധേച്ചിയും ചേട്ടത്തിയും ഇത് കഴിച്ചതുകൂടിയില്ല. അവർ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത് എന്ന് കുഞ്ഞ് വിഷമത്തോടെ പറയണ കേട്ട് അവരുടെ കഴിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് കിട്ടുമായിരുന്നോ? ഇതിനെ അങ്ങ് കണ്ടാൽ മതിയെന്ന് അമ്മ അവളെ സമാധാനിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളത് കൊണ്ടുവന്നതൊന്നുമല്ല, ഞാൻ അമ്മയ്ക്ക് കൂടി കരുതിയതാ എന്നവൾ സന്തോഷത്തോടെ പറയണ കേട്ട് എനിക്കറിയാം മറ്റുള്ളവരോടുള്ള ഈ കരുതൽ എന്നും ഉണ്ടാകണം കേട്ടോ കുഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവൾക്കും വാരി കൊടുക്കുക. പണ്ട് രാധയ്ക്ക് ഈ ആലോചന വരുമ്പോൾ വിഷ്ണു രാധയ്ക്ക് പറ്റിയ ആളല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പോലീസൊക്കെയാണെങ്കിലും രാധയെ തിരുത്താനോ ഈട് ചെയ്യാനോ ഉള്ള ഒരു പ്രാപ്തി വിഷ്ണുവിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പൊസിഷൻ വെച്ച് രാധ ആ ആലോചനയിൽ അങ്ങ് ഉറച്ചു നിന്നു. ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് അസൂയാണെന്ന് വരെ പറഞ്ഞു. എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് അസൂയ. ചിലത് ചേരുന്നത് നല്ലതാ, ചിലത് ചേരാതിരിക്കുന്നതും എന്നമ്മ വിഷമത്തോടെ പറയണ കേട്ട് അത് ശരിയാമെന്ന് വീണയും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ പനീർ കറി കൂട്ടിയപ്പോൾ അമ്മയ്ക്ക് പഞ്ച് ഡയലോഗൊക്കെ വരുന്നുണ്ടല്ലോ. വീണ കളിയായി പറയുമ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവൾക്ക് വീണ്ടും കഴിക്കാനായി കൊടുക്കുക. രേണുവിൻ്റെയും മഹേഷിൻ്റെയും കാര്യത്തിൽ പിന്നെ അവർ സ്വയം തീരുമാനിച്ചതാ. എന്നാൽ രേണു മാധവത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഈ വീടിനെ പറ്റിയ കുട്ടിയല്ല രേണു. വേറെ ഒരു സംസ്കാരവും ശീലവുമൊക്കെ അവൾക്ക്. പണം കണ്ടു വളർന്നതിൻ്റെയും ഒറ്റ മകളായതിൻ്റെയും എല്ലാ കുഴപ്പവും രേണുവിനുണ്ട്. എന്നിട്ടും നമ്മൾ രേണുവിനെ നമ്മളിൽ ഒരാളായി സ്വീകരിച്ചില്ലേ? പക്ഷേ ഇപ്പോഴും രേണുവിന് വീടിൻ്റെ സ്വൈര്യം കളയുന്നതിലാ താല്പര്യം. വീടിനൊരു മനസ്സുണ്ട് കുഞ്ഞി, അതിന് സ്വൈര്യം കൊടുക്കണം, എന്നാലേ നമുക്കും സ്വൈര്യം ഉണ്ടാവൂ. നിന്റെ കാര്യത്തിൽ സന്തോഷ് എന്നോട് ഇഷ്ടം പറയുമ്പോഴേ ഇത് നടക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. കാരണം കുഞ്ഞ് നോ പറയുമെന്ന് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. സന്തോഷേ സ്നേഹത്തിൻ്റെ ഒരു പുളിങ്കൊമ്പ. കുഞ്ഞ് അതി കയറി അങ്ങ് പിടിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി കുഞ്ഞി, നിങ്ങൾ അത്രയ്ക്ക് ചേരുന്ന പിള്ളേരാ. ടീച്ചറമ്മ പറയണ കേട്ട് സന്തോഷേട്ടനെ എന്നോടുള്ള പ്രേമം എപ്പോഴാ തുടങ്ങിയതെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനെങ്ങനെ അറിയാനാന്ന് അമ്മ ചോദിക്കണ കേട്ട് എന്നാലും ഒരു ഗസ്സെങ്കിലും അടിക്കെന്ന് വീണ പറയാ. ടീച്ചറമ്മ ആലോചിച്ചുകൊണ്ട് ഒരു 10ാം ക്ലാസ്സിലായിരിക്കും എന്ന് പറയണ കേട്ട് അല്ലെന്നേ, ഞാൻ 3ാം ക്ലാസ്സിലാവുമ്പോൾ. കുഞ്ഞ് പറയണ കേട്ട് ടീച്ചറമ്മ അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് ആണോ, അമ്പട കള്ളാ. സന്തോഷേ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, ഭീകരനാ എന്നമ്മ പറയണ കേട്ട് വെറും ഭീകരനല്ല, കൊടും ഭീകരൻ. പക്ഷേ ഇപ്പോൾ ആ കൊടും ഭീകരൻ ഇതൊന്നും അറിയാതെ താഴെ കിടന്ന് ചാച്ചുവാ എന്ന് വീണ പറയണ കേട്ട് ചിരിച്ചോണ്ട് കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് ടേബിളിൽ വെക്കാനായി ടീച്ചറമ്മ എഴുന്നേൽക്കുമ്പോഴേക്കും അത് ടേബിളിൽ നിൽക്കാതെ താഴോട്ട് വീഴുക. മുകളിൽ നിന്ന് പാത്രം വീണ ആ ശബ്ദം കേട്ട് മഹേഷും രാധയും എണീറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.